കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കാം. ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് കർക്കിടക മാസങ്ങളിലെല്ലാം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മുതിര. മുതിര തോരൻ വെച്ചും കറി വെച്ചും ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. എന്നാൽ തോരനൊന്നും ഇഷ്ടപ്പെടാതെ എരിവൊക്കെ ചേർത്ത ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കോ ഇതേപോലെ ഒന്ന് മുതിര വിളയിച്ച് കൊടുക്കൂ. അല്പം മധുരത്തോടെ തേങ്ങയെല്ലാം ചേർത്ത് അടിപൊളിയായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുത്തു കൊടുക്കാം കേട്ടോ. മുതിരയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. വല്ലപ്പോഴുമൊക്കെ നമ്മളിത് ഉണ്ടാക്കി കഴിക്കണം. അതിനായിട്ട് മുതിര കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്കിതൊന്ന് കുതിർത്തെടുക്കണം. വറുത്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിത് പച്ചയോടുകൂടെ തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് വെള്ളം ഒഴിച്ചു. തലേദിവസം രാത്രിയാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ടാവും. കറിയൊക്കെ വയ്ക്കുമ്പോഴും തോരൻ വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാറില്ലേ, അതേപോലെ തന്നെ കേട്ടോ. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു സീഡല്ലേ, അപ്പോൾ നല്ലപോലെ വേവിച്ചെടുക്കണം. നമ്മൾ കുക്കറിലിട്ട് ഒരുപാട് സമയം വേവിച്ചാലും ഉടഞ്ഞൊന്നും പോവില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നന്നായി വിസിലടുപ്പിച്ച് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ വെള്ളമൊന്നും വേണ്ട. നമ്മൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇതൊക്കെ താളിച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ തോരനിലേക്കൊക്കെ നമുക്ക് അല്പം വെള്ളം ഒഴിക്കാം. എന്നാൽ ഇതിൽ വെള്ളം നമുക്ക് ചേർക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കരയാണ് വേണ്ടത്. മുതിരയുടെ അളവിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 അച്ച് വെല്ലാണ്, 1 ബൗള് മുതിരയാണ് എടുത്തത്. നിങ്ങൾ കണ്ടല്ലോ. ഇത്രയും ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തു. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടം നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. കുറച്ച് മുതിർന്നവർക്കൊക്കെ അത്ര വേണ്ടെങ്കിൽ കുറച്ചിട്ട് ഉപയോഗിക്കാം. ഇതൊന്ന് ഉരുക്കിയെടുത്താൽ മതി. അങ്ങ് ഒട്ടുന്ന പരുവത്തിലൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. മുതിരയുടെ കൂടെ തന്നെ നമ്മളിതൊക്കെ ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് തേങ്ങ ചിരവിയെടുക്കണം കേട്ടോ. പച്ച തേങ്ങ നമ്മൾ ചിരവിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും അല്ലേ. ആ വെള്ളം ഒരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അങ്ങ് ഉണക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറുന്നത് വരെ. എന്നിട്ട് നമുക്കത് അവിടെ എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുതിര ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട്. കുട്ടികളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ശർക്കര ഉരുക്കി വെച്ചതൊന്ന് അരിച്ചെടുക്കണം. അതിൽ നിറയെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ. അത് മുതിരയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞത് ഉരുക്കി എടുക്കുമ്പോൾ അങ്ങ് ഒട്ടിപ്പോകുന്ന രീതിയിലൊന്നും എടുക്കണ്ടെന്ന്. ഈ മുതിര തിക്കായതുകൊണ്ട് തന്നെ ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് പിടിച്ച് വരാൻ കുറച്ച് സമയം എടുക്കില്ലേ. നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ ശർക്കര വെള്ളത്തിലേക്ക് കിടന്നൊന്ന് കുറച്ച് സമയം തിളക്കട്ടെ കേട്ടോ. തിളച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതാ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം കേട്ടോ. ഇതിലേക്ക് അങ്ങ് ചേർന്ന് പിടിക്കട്ടെ. നെയ്യൊക്കെ വേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് നെയ്യൊന്നും ചേർക്കുന്നില്ല. എനിക്ക് കാഷ്നട്ടൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തേങ്ങയും ശർക്കരയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ സൂപ്പർ മുതിര വിളയിച്ചതാണ്. ഉണ്ടാക്കി നോക്കൂ.